അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു സുഖ്റുഫിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وقالوا لو شاء الرحمن ما عبدناهم ما لهم بذلك من علم إن هم إلا يخرصون. أم آتيناهم كتابا من قبله فهم به مستمسكون. أم آتيناهم كتابا من قبله فهم به مستمسكون. بل قالوا إنا وجدنا آباءنا على أمة وإنا على آثارهم مهتدون. Person. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم. قال أولو جئتكم
كافرون فانتقمنا منهم فانظر كيف كان عاقبة المكذبين സഹോദരങ്ങളെ, തൊട്ടു മുമ്പുള്ള ആയത്തിൽ മക്ക മുശ്രിക്കുകൾ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുറേ ന്യായീകരണങ്ങൾ പറയുകയാണ്. അവർ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അവർ അതിന് ന്യായം പറഞ്ഞപ്പോൾ, അള്ളാഹു അതിനെ അവരുടെ വാദത്തെ നിരാകരിക്കുന്ന വിധത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് മുമ്പുള്ള ആയത്തിൽ ചെയ്തത്. അള്ളാഹു അവസാനമായിട്ട് നമ്മൾ പഠിച്ച 19ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിച്ചത്, അള്ളാഹുവിൻ്റെ അടിമകളായ മലക്കുകളെയാണല്ലോ അവർ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റിയത്. അവർ പെണ്ണുങ്ങളാണ്, അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അവരോട് ചോദിച്ച്, ആ മലക്കുകളെ സൃഷ്ടിക്കുന്ന സമയത്ത് നിങ്ങളവിടെ സന്നിഹിതരായിരുന്നോ? നിങ്ങളത് കണ്ടിട്ടുണ്ടോ? മലക്കുകൾ സ്ത്രീകളാണെന്ന് നിങ്ങളെങ്ങനെ ഊഹിച്ചു? നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടുന്ന അറിവ് കിട്ടി? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് 19ാമത്തെ ആയത്തിൽ പറഞ്ഞു നിർത്തിയത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്നുള്ള ആയത്തുകൾ 20ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ, വഖാലൂ ലൗ ശാഅ അർ-റഹ്മാനു മാ അബദ്നാഹും മാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. വഖാലൂ, അവർ പറയുകയും ചെയ്തു, ലൗ ശാഅ ഉദ്ദേശിച്ചുവെങ്കിൽ അർ-റഹ്മാനു പരമകാരുണികൻ, അതായത് അള്ളാഹു. അപ്പോൾ ലൗ ശാഅ അർ-റഹ്മാനു പരമകാരുണികൻ ഉദ്ദേശിച്ചാൽ, മാ അബദിന ഞങ്ങൾ ആരാധിക്കുകയില്ല, ഹും അവരെ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ ആരാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു പറയാം, മാ ലഹും അവർക്കില്ല, ബിദാലിക ഇതിനെപ്പറ്റി, മിൻ ഇൽമിൻ ഒരറിവും അവർക്കില്ല. അതായത് അള്ളാഹുവിന് പുറമെ ഈ മലക്കുകളെ ആരാധിക്കുന്ന കാര്യത്തിൽ അവർക്കൊരറിവുമില്ല. ഇൻഹും എന്നാൽ അവർ, ഇല്ലാ യഹ്റുസൂൻ ഊഹിച്ച് പറയുകയല്ലാതെ മറ്റൊന്നുമല്ല ചെയ്യുന്നത്. അവർ ഊഹിച്ച് പറയുകയാണ് ഇങ്ങനെ. അപ്പോൾ 20ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ആ മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ഒരു ന്യായമാണ്. മലക്കുകളെ ആരാധിക്കുന്നതിന് അവർ കണ്ടെത്തിയ ഒരു ന്യായം എന്താ? അത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത മറ്റൊന്നും ഈ ഭൂമിയിൽ നടക്കൂലല്ലോ. അപ്പോൾ ഞങ്ങൾ മലക്കുകളെ ആരാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചല്ലേ നടക്കുന്നത്, അള്ളാഹുവിൻ്റെ ഖദർ ഖള അനുസരിച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ അത് ശരിയാണല്ലോ, അള്ളാഹുവിൻ്റെ ഖദറല്ലേ, അള്ളാഹുവിൻ്റെ വിധിയല്ലേ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ, അതിൽ മാറ്റമുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ മലക്കുകളെ ആരാധിച്ചു വരുന്നത്. അത് അള്ളാഹുവിന് ഇഷ്ടമായിരിക്കുമല്ലോ. അള്ളാഹുവിന് ഇഷ്ടമായത് കൊണ്ടല്ലേ ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന് തടസ്സമുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം അതുകൊണ്ടിട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർ അവന് അവകാശപ്പെടാറുണ്ട്, അവർക്ക് പല ഗുണവും അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, അവരുടെ പല നേർച്ചയും സഫലമായിട്ടുണ്ട്, പലത് തേട്ടത്തിനും അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും അവർ പറയാറുമുണ്ട്, ന്യായം പറയാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണല്ലോ. എന്ത്? മലക്കുകളെ ആരാധിക്കൽ, അള്ളാഹുവിൻ്റെ പെൺമക്കളായ മലക്കുകളെ ആരാധിക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ന് ഒരു ദുർന്യായം അവർ നിരത്തുകയാണ്. അള്ളാഹു പറയുക, മാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യഖ്റുസൂൻ വെറുതെ ഊഹിച്ച് എന്തെങ്കിലും ഇങ്ങനെ തൊള്ളയിൽ വരുന്ന ന്യായം അങ്ങനെ പറയുക എന്നല്ലാതെ യാതൊരു വിവരവും അവർക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലില്ല. ഒരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ അടുക്കൽ ഒരു രേഖയുമില്ല, ഒരറിവും അവർക്കില്ല. അവർക്ക് അവർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിക്ക് ഒരു ന്യായീകരണം കണ്ടെത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഇതിലില്ല, വെറുതെ ഊഹിച്ച് പറയുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. എന്നും തൗഹീദിൻ്റെ വിരോധികൾ എക്കാലത്തും പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾ ഇതൊക്കെ തന്നെയാണ്.
തോന്നുന്ന ന്യായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് പറഞ്ഞ് ജനങ്ങളെ പൊട്ടീസാക്കി ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുക എന്നതാണ് തൗഹീദിൻ്റെ വിരുദ്ധ ശത്രുക്കൾക്കുള്ള എക്കാലത്തുമുള്ള ഏർപ്പാട്. അതുതന്നെയാണ് മക്കാ മുശ്രിക്കുകളും ചെയ്തിട്ടുള്ളത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ആയത്ത് 21-ാമത്തെ ആയത്ത്, അതിലും അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. അം ആതൈനാഹും കിതാബം മിൻ ഖബലിഹി ഫഹും ബിഹി മുസ്തംസികൂൻ. അള്ളാഹുവിൻ്റെ അടുത്ത ചോദ്യം, അം അതല്ല, ആതൈന നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഹും അവർക്ക്, നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ടോ, നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ, കിതാബൻ ഒരു ഗ്രന്ഥം കൊടുത്തിട്ടുണ്ടോ, മിൻ ഖബലിഹി ഇതിൻ്റെ മുമ്പ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ അവർക്ക് ഏതെങ്കിലും ഗ്രന്ഥം അഥവാ വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ഫഹും അങ്ങനെ അവർ ബിഹി അതിൽ ആ ഗ്രന്ഥത്തെ മുസ്തംസിക്കൂൻ മുറുകെ പിടിച്ചു നിൽക്കുകയുമാണോ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത ചോദ്യമാണ്. അതായത് അള്ളാഹുവിനോട് ചോദിക്കുന്നതാ, നിങ്ങളിങ്ങനെ ഊഹിച്ച് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിൻ്റെ പുത്രിമാരായ മലക്കുകളെ ആരാധിക്കേണ്ടതാണ്, ആരാധിക്കുന്നത് നല്ലതാണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ ഇച്ഛയും ഇഷ്ടവും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദറും വിധിയും തീരുമാനവും അനുസരിച്ചൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. എങ്കിൽ അള്ളാഹുവിൻ്റെ ചോദ്യം അതല്ല, അവർക്ക് ഇതിൻ്റെ മുമ്പ് നാം വല്ല വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ടോ? ആ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാമെന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്നും അതുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിക്കേണ്ടതാണ് എന്നും അവർക്ക് മുമ്പ് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ? അത് അവരുടെ മുമ്പിലുണ്ടോ, കയ്യിലുണ്ടോ? അവർക്കങ്ങനെ ഏതെങ്കിലും വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് ആ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ച് അതിനെ അവലംബിച്ചുകൊണ്ടാണോ അവർ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരാധനകൾ നിർവഹിക്കുന്നത്? തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ ഇങ്ങനെ ഒരു വേദഗ്രന്ഥം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ആ വേദഗ്രന്ഥം ഒന്ന് അവർ കാണിക്കട്ടെ. ഇതാണ് അള്ളാഹുവിൻ്റെ അടുത്ത ചോദ്യം. ഈ 21-ാമത്തെ ആയത്തെ അള്ളാഹു ചോദിക്കുന്നത്. ഇനി 22-ാമത്തെ ആയത്തിലൊക്കെ അവർക്കുള്ള അടുത്ത മറുപടി എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. എന്ത് ചോദ്യത്തിനും മറുപടി ഉണ്ടല്ലോ, അതാണല്ലോ മനുഷ്യൻ്റെ ഒരു സ്വഭാവം. എന്ത് തന്നെ ചോദിച്ചാലും എത്ര തന്നെ സത്യത്തിന് വേണ്ടി വാദിച്ചാലും കുതർക്കികൾക്ക് ഒരുപാട് ദുർന്യായങ്ങളുണ്ടാവും. വീണ്ടും അവരുടെ ദുർന്യായമാണ് അടുത്ത ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 22-ാമത്തെ ആയത്ത്, ബൽ ഖാലൂ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ. അല്ലാഹു പറയാ, ബൽ എന്നാൽ, ഖാലു അവർ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ, വജദിന ഞങ്ങൾ കണ്ടു, ആബാഅന ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടു, പൂർവ്വപിതാക്കളെ ഞങ്ങൾ കണ്ടു, അല ഉമ്മത്തിൻ ഒരു മാർഗത്തിലായി അല്ലെങ്കിൽ ഒരു നടപടിക്രമത്തിലായി ഞങ്ങൾ കണ്ടു. ഉമ്മത്തിന് സമൂഹം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒരു നടപടിക്രമം ഉണ്ടാകും, സമൂഹത്തിന് ഒരു ജീവിത രീതി ഉണ്ടാകും, പ്രത്യേകിച്ച് ആരാധനാപരമായ കാര്യങ്ങളിൽ. അതാണ് ഇവിടെ മാർഗം എന്ന് പറയുന്നത്, അവരുടെ ആരാധനാ രീതി. അതാണ് ഇവിടെ ഉമ്മത്ത് മാർഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിത രീതിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരാധനയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക രൂപത്തിലായിട്ട് ഞങ്ങൾ കണ്ടു. വ ഇന്ന തീർച്ചയായും ഞങ്ങൾ, അല ആസാരിഹിം അവരുടെ കാൽപ്പാടുകളിൽ, ആസാറന അവരുടെ പിന്തുടർച്ചക്കാരായിട്ട് അഥവാ അവരുടെ കാൽപ്പാടുകളിൽ, മുഹ്തദൂൻ നേർമാർഗം കണ്ടെത്തുന്നവരാകുന്നു. ഇതാണ് അവർക്ക് പറയാനുള്ള അടുത്ത ന്യായം. തൗഹീദിൻ്റെ എതിരാളികൾക്ക് എക്കാലത്തും പറയാനുള്ള ഒരു ന്യായമാണത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യൻ പറയുന്നത് ഇതേ ന്യായം തന്നെ. എന്ത് ന്യായം? ഇന്നാ വജദിന ആബാഅന അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ. അതായത് ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഒരു പ്രത്യേക ഒരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ നേർമാർഗത്തിൽ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എന്തിനു നീ അള്ളാഹുവിനെ വിട്ട് മറ്റു പലതിനെയും ആരാധിക്കുന്നു?
കല്ലിനെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ബീവിമാരെയും ബാബമാരെയും തങ്ങന്മാരെയും ജ്യോത്സ്യന്മാരെയും അങ്ങനെ തുടങ്ങി പലരോടും വിളിച്ചു തേടുന്നു, സഹായം അഭ്യർത്ഥിക്കുന്നു. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായാഭ്യർത്ഥനയും പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും നടത്തുന്നു. ആരാധനാ കാര്യങ്ങളിൽപ്പെട്ടത് തന്നെ ഇതൊക്കെ. ഇബാദത്തായ ദുആ അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് നൽകുന്നു. അള്ളാഹുവിന് പുറമെ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് നൽകുന്നു. അള്ളാഹുവിനോടൊപ്പം അവരോട് വിളിച്ചു തേടുന്നു. അള്ളാഹുവിന് പുറമേയും അവരോട് വിളിച്ചു തേടുന്നു. പല രൂപത്തിലുമുണ്ടല്ലോ. അള്ളാഹുവെ ഇന്ന ശൈഖേ, അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന ശൈഖേ എന്ന് മാത്രം വിളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ന്യായം എന്താ? ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ ഉപ്പയും വല്യുപ്പയും അതിൻ്റെ അപ്പുറത്തെ ഉപ്പയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എത്രയോ മുമ്പുള്ള ഉപ്പ ആ ഉപ്പാൻ്റെ ഉപ്പയിൽ നിന്ന് പഠിച്ചു, അതിൻ്റെ ശേഷമുള്ളവർ അവരുടെ ഉപ്പയിൽ നിന്ന് പഠിച്ചു, അങ്ങനെ വന്ന് ഞങ്ങളുടെ ഉപ്പാപ്പയിൽ നിന്ന് പഠിച്ചു, ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഉപ്പയിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ മുൻ തലമുറകളായി ആചരിച്ചു വരുന്ന ഒരാചാരമാകുന്നു, വിശ്വാസകാര്യമാകുന്നു ഇത്. അതനുസരിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞങ്ങൾ ഉപ്പമാർ ചെയ്തത് തെറ്റാ, ഞങ്ങൾ വല്യപ്പമാർ ചെയ്തത് തെറ്റാ, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന തലമുറകൾ ചെയ്തത് തെറ്റാ, അവരൊക്കെ നരകത്തിലേക്കാ, ഈ പറയുന്ന നിങ്ങൾ മാത്രം സ്വർഗത്തിലേക്കും മുൻഗാമികളൊക്കെ നരകത്തിലേക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു ദുർന്യായം ഏത് കാലത്തും പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞത് അത് തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ജനത ചോദിച്ചത് അത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ജനത ചോദിച്ചത് അത് തന്നെയാണ്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എന്താണ് മുൻ തലമുറകളുടെ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു പോയ തലമുറകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? നീ ഒരു പുതിയ കാര്യമായിട്ട് വന്നതല്ലേ? മറുപടി എന്താ? ഇന്നമാൽ മുഹായിൻ റബ്ബി. അതൊക്കെ അതിൻ്റെ വിവരമൊക്കെ അള്ളാൻ്റെ അടുക്കൽ, അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ളതാ. അവർ സ്വർഗത്തിലോ നരകത്തിലോ, നമ്മൾ അവരെ സ്വർഗത്തിലാക്കാനോ നരകത്തിലാക്കാനോ ആളല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്, അത് അള്ളാഹ് തീരുമാനിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വ്യക്തമായ വഴികേടാണ്. ഈ വഴികേടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ടതാണ്. രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾക്കാണ്, രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഗുണവും നിങ്ങൾക്കാണ്. ഇത് പറഞ്ഞു കൊടുക്കാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. എല്ലാ പ്രവാചകന്മാരോടും അതാത് കാലത്തെ ജനസമൂഹം ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ഇങ്ങനെയായിരുന്നല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ മോശക്കാരാണ്, അവരൊക്കെ ശിർക്ക് ചെയ്തവരാണ് എന്നാണോ നീ പറയുന്നത്? അവരൊക്കെ തെറ്റായ ജീവിത രീതി സ്വീകരിച്ചവരാണ് എന്നാണോ നീ പറയുന്നത്? അവരൊക്കെ നരകത്തിലേക്കുള്ളവരാണ് എന്നാണോ നീ പറയുന്നത്? എന്നാണ് എല്ലാ പ്രവാചകന്മാരോടും ഏത് കാലത്തും അവിടുത്തെ ജനങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇന്നും അത് തന്നെ, അതേ ചോദ്യം തന്നെ ഇന്നും ആവർത്തിക്കുന്നു. ഇന്ന അലാ സാരിഹിം മുഹ്തദൂൻ, അവരുടെ കാൽപ്പാടുകളിലായിട്ട് അല്ലെങ്കിൽ അവരെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ നേർമാർഗത്തിലാവും. ഇതാണ് ചോദ്യം. കരുതിയിരിക്കേണ്ടതാണ്. വലിയ അപകടം വരുത്തുന്നതാണ് ഈ ചിന്തകൾ. 23-ാമത്തെ ആയത്തിലും അള്ളാഹു ഇതേ കാര്യം തന്നെ വ്യക്തമാക്കി പറയാം. وَكَذَلِكَ مَا أَرْسَلْنَا مِنْ قَبْلِكَ فِي قَرْيَةٍ مِّن نَّذِيرٍ إِلَّا قَالَ مُتْرَفُوهَا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِمْ مُقْتَدُونَ. എന്താ അവർ പറയുന്നത്? അള്ളാഹ് പറയുന്നത് വകദാലിക, ഇതുപോലെ, മാ അർസൽന, നാം അയച്ചിട്ടില്ല, മിൻ ഖബിലിക, നിന്റെ മുമ്പ് നാം അയച്ചിട്ടില്ല, ഫീ ഖറിയത്തിൻ, ഒരു രാജ്യത്തും, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനെയും അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ അയച്ചിട്ടില്ല എന്നാ ബാക്കി പറയുന്നത് കേട്ടോ. ഒരു താക്കീതുകാരനെയും അയച്ചിട്ടില്ല എന്നല്ല, അയച്ചിട്ടിട്ട്. ആ താക്കീതുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ അല്ലാത്ത മറ്റൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. എന്തവസ്ഥ? ഇല്ലാ ഖാല, പറഞ്ഞിട്ടല്ലാതെ, മുത്റഫൂഹ, അവിടുത്തെ സുഖലോലുപന്മാർ പറഞ്ഞിട്ടല്ലാതെ. എന്തു പറയും? ഇന്നാ വജദിന, തീർച്ചയായും ഞങ്ങൾ കണ്ടിരിക്കുന്നു, ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ, അലാ ഉമ്മത്തിൻ, ഒരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. വ ഇന്ന, തീർച്ചയായും ഞങ്ങൾ, അലാ ആസാരിഹിം, അവരുടെ കാൽപ്പാടുകളിലൂടെ, മുഖ്തദൂൻ,
അവരെ പിന്തുടരുന്നവരാകുന്നു അഥവാ അവരെ അനുഗമിക്കുന്നവരാകുന്നു എന്ന് പറയാത്ത ഒരു സമൂഹവും സമൂഹം പറയാത്ത ഒരു പ്രവാചകനും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ് ഇക്കാര്യം. അപ്പോൾ ഈ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിട്ട് പലതിനെയും ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നേർച്ചകളും വഴിപാടുകളുമൊക്കെ അവയ്ക്ക് അർപ്പിക്കുന്നതിനും പറഞ്ഞ ന്യായങ്ങളാണ് മേലെയുള്ള ആയത്തിൽ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ പിതാക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് ഞങ്ങളും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയുകയാണ്, ഇതുപോലെ തന്നെ മുൻ കഴിഞ്ഞ സമൂഹങ്ങളിൽ ഏത് രാജ്യത്താകട്ടെ അള്ളാഹു അയച്ചിട്ടുള്ള നദീർ, മുന്നറിയിപ്പുകാർ, താക്കീതുകാർ അഥവാ പ്രവാചകന്മാർ, അങ്ങനെയുള്ള ഏത് പ്രവാചകന്മാർ ഏത് നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാരുടെ ജനത അല്ലെങ്കിൽ ആ ജനതയിൽപ്പെട്ട സുഖലോലുപന്മാർ അവർ പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ വല്യുപ്പമാരിലൂടെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇത്, അതിലൂടെ ഞങ്ങൾ അവരുടെ ആ കാൽപ്പാടുകളെ പിന്തുടർന്നു കൊണ്ടുപോവുകയാണ്, ഞങ്ങൾ ഒരിക്കലും മാറ്റം വരുത്തില്ല. ഞങ്ങളെ ഉമ്മമാരിൽ നിന്ന് ഞങ്ങൾ എന്താണോ പഠിച്ചത്, ഞങ്ങളുടെ മുൻ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ തലമുറയിൽ നിന്ന് ഞങ്ങൾ എന്താണോ പഠിച്ചത്, ഞങ്ങൾ അതങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പിന്തുടരും. അങ്ങനെ ഞങ്ങൾ അവരെ അനുഗമിക്കുക, അവരെ പിന്തുടരുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യുകയില്ല എന്ന് എല്ലാ ജനങ്ങളും എല്ലാ പ്രവാചകന്മാരോടും എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയപ്പെടാത്ത, അങ്ങനത്തെ അനുഭവമില്ലാത്ത ഒരു പ്രവാചകനും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞത് എന്താ? അവിടുത്തെ സുഖലോലുപന്മാർ ഇങ്ങനെ പറയാതിരുന്നിട്ടില്ല എന്നാ. ഏത് കാലത്തും അങ്ങനെയാണ്. അതാത് നാട്ടിലുള്ള പ്രമാണിമാർ, സമ്പന്നന്മാരായ നാട്ടുപ്രമാണിമാരായ, നാട്ടിലെ നേതാക്കളായ അല്ലെങ്കിൽ നാട്ടിലെ ഭരണകർത്താക്കളായ, അങ്ങനെയുള്ള ഒരു നാടിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എപ്പോഴും ഈ കാര്യത്തിൽ മുമ്പിലുണ്ടാവുക. ഏതിൻ്റെ കാര്യത്തിൽ? തൗഹീദിനെ എതിർക്കുന്ന കാര്യത്തിൽ മുമ്പന്തിയിലുണ്ടാവുക. സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ആൾക്കാരൊക്കെ അതിൽ നിന്ന് കുറെ പിന്നിലായിരിക്കും. ചെയ്യൽ എന്താ വെച്ചാൽ ഈ വമ്പന്മാരും മുമ്പന്മാരും ഒക്കെ ഒന്നിങ്ങനെ ഇതിനെ എതിർക്കാൻ വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ അതിനൊപ്പം അങ്ങോട്ട് കൂടിക്കൊടുക്കും. ഇതാണ്ടാകൽ. അപ്പോൾ അതാ പ്രത്യേകിച്ച് പറഞ്ഞെന്താ? മുത്രഫുഹ, ആ സമൂഹത്തിലെ സുഖലോലുപന്മാരായ അഥവാ നേതാക്കളായ, ആ നാട്ടിലെ കാരണവന്മാരായ, ആ നാട്ടിലെ ഭരണകർത്താക്കളായ ആൾക്കാർ. ഇതും പറഞ്ഞിട്ടാണ് പ്രവാചകന്മാരെ എതിർക്കാറുള്ളത്. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങളുടെ ഉപ്പമാരെ പിന്തുടർന്നു കൊണ്ടുപോകുന്നു, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടോളും എന്നാ പറയുന്നത്. തുടർന്ന് 24-ാമത്തെ ആയത്തിൽ ഖാല അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും ഖാലൂ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ആ പ്രവാചകൻ പറഞ്ഞു. ഏത്? ഓരോ നാട്ടിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുമല്ലോ, നിങ്ങളതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കാരണവന്മാരായി കണ്ടുവരുന്നത് ആചരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളും എന്ന് പറയാൻ. അപ്പോൾ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. ആ പ്രവാചകൻ അവരോട് പറഞ്ഞു, അവലൗ ജിഅ്തുകും, ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നിട്ടുള്ളത്, ബി അഹ്ദാ, ഏറ്റവും നല്ലതുമായിട്ടാണ്, വളരെ നല്ല ഒന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുക്കൽ. എന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറയുക, ഇതിനേക്കാൾ നല്ലത് മിമ്മാ വജത്തും, നിങ്ങൾ കണ്ടതിനേക്കാളും, അലൈഹി ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അതിനേക്കാളും ഉത്തമമായ, അതിനേക്കാളും നല്ല ഒരു മാർഗദർശനവുമായി അല്ലെങ്കിൽ നല്ലൊരു വഴിയുമായി, അഹ്ദാർനാൽ കൂടുതൽ നല്ല ഒരു മാർഗം, നല്ല വഴി, അപ്പം കൂടുതൽ സന്മാർഗമുള്ളൊരു വഴിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളതെങ്കിലോ എന്നാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നാ ചോദ്യം. ആര് ചോദിച്ചത്? പ്രവാചകൻ. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ബിമാ ഉർസിൽത്തും, നിങ്ങൾ അയക്കപ്പെട്ടതിൽ, ബിഹി, എന്തൊരു കാര്യവുമായിട്ടാണോ നിങ്ങൾ അയക്കപ്പെട്ടത് അതിൽ, കാഫിറൂ, ഞങ്ങൾ നിഷേധികളാണ്, ഞങ്ങൾ നിഷേധിക്കുകയാണ്, തള്ളിക്കളിയാണ്. അതാ സമൂഹം പറഞ്ഞത്. അവർ ചോദിച്ചതെന്താ? പ്രവാചകൻ ചോദിച്ചെന്താ? നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ സമൂഹങ്ങളെ ഇന്നൊരവസ്ഥയിൽ കണ്ടു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് പിന്തുടർന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നല്ലേ നിങ്ങൾക്കുള്ള ന്യായം? എങ്കിൽ ഈ പിതാക്കൾ ചെയ്തതിനേക്കാളും, ഈ പിതാക്കൾ എന്ത് ചെയ്യുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതിനേക്കാളും ഉത്തമമായ, അതിനേക്കാളും നല്ല, അതിനേക്കാളും
ഉത്തമമായ ഒരു മാർഗവുമായി, മാർഗദർശനവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നു. എന്നാലും നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പഴയ തന്നെ മതി എന്നാണോ? പ്രവാചകന്മാർ ചോദിച്ച ചോദ്യമാണത്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഫന്തഖംനാ മിൻഹും ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഫന്തഖംനാ, നാം പ്രതികാരമെടുത്തു അഥവാ നാം ശിക്ഷിച്ചു. മിൻഹും, അവരിൽ നിന്ന് നാം പ്രതികാരമെടുത്തു അഥവാ അവരെ നാം ശിക്ഷിച്ചു എന്നർത്ഥം. പ്രതികാരം ചെയ്യാത്ത ശിക്ഷ. അവർ ചെയ്യുന്ന ഈ ശിർക്കൻ പ്രവർത്തനത്തിന് ശിക്ഷ എന്ന നിലക്ക് അവർക്ക് പ്രതികാരമായി നമ്മൾ നൽകി. ഫൻദുർ, നീ ആലോചിച്ചു നോക്കുക. കൈഫ, എങ്ങനെയായിരുന്നു, കൈഫ കാന, എങ്ങനെയായിരുന്നു, ആഖിബത്ത്, അന്ത്യം അഥവാ പര്യവസാനം, അൽ മുകദ്ദിബീൻ, കളവ് പറയുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നീ ചിന്തിച്ചു നോക്കുക. ഇപ്പം എന്താ സംഭവിച്ചത് അല്ലാഹു പറയുന്നത്? ഇങ്ങനെ നിഷേധികളായ സമൂഹങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ, ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാർ, അവരുടെയൊക്കെ സമൂഹവും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ അധിക പേരും പ്രവാചകന്മാരെ വ്യാജമാക്കിയിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ സമൂഹത്തിന്, മുൻ സമൂഹത്തിന് പറ്റിയ അപകടം, അവരെ അള്ളാഹു ശിക്ഷിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആയത്തുകളിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരുടെയും സമൂഹത്തിന് വന്ന ശിക്ഷ. തൂഫാൻ, പ്രളയം കൊണ്ട് മുഖ്യ നശിപ്പിക്കപ്പെട്ടു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം. ഭൂമി കീഴേൽ മറിച്ച് നശിപ്പിക്കപ്പെട്ടു ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം. അതുപോലെ ഓരോ സമൂഹവും ഇടിത്തീ കൊണ്ട്, ഘോര ശബ്ദം കൊണ്ട്, ഭൂകമ്പം കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, അങ്ങനെ പലതുകൊണ്ടും അള്ളാഹു അവരെ ശിക്ഷിച്ചു. അള്ളാഹുവിൻ്റെ ധിക്കാരികളായ സമൂഹത്തെ. അന്തിമ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് മാത്രം. ആ പ്രവാചകൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിലും വിശ്വസിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വസിച്ച് ശരിയായ മുസ്ലിങ്ങളായവർ മാത്രമല്ല. അത് ഉമ്മത്ത് മുഹമ്മദ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ജനിച്ചു വീഴുന്ന സർവ്വ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലാർത്ഥാണ്. ആ സമൂഹത്തെ ഒന്നിച്ച് പടച്ച റബ്ബ് നശിപ്പിക്കില്ല എന്നാണ്. ഇപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിയിൽ വിശ്വസിച്ചവർ മാത്രമല്ല, ആ ജനത മുഴുവനുമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ചുരുക്കാൾക്കാരും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ജനങ്ങളും മുഴുവനുമാണ്. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരായ മഹാഭൂരിഭാഗമായി ലോകത്ത് നിലനിൽക്കുന്നവരും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. ഇവരെല്ലാവരെയും ഒന്നിച്ച് നശിപ്പിക്കില്ല എന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഴ്ത കൊടുത്തതാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കരുതേ പടച്ചവനെ എന്ന് അത് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് നാശമുണ്ടാവില്ല. ചെറിയ ചെറിയ നശിപ്പിക്കൽ, ചില പ്രാദേശികമായ ചില ഭാഗങ്ങളിൽ മാത്രമുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ അള്ളാഹ് നൽകുന്നല്ലാതെ മുൻ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഒന്നായിട്ട് ഈ അന്തിമ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല. അപ്പോൾ അതിൽ ദുർനടപ്പുകാരെന്നും ഉണ്ടാവും. അവിടെ പ്രബോധനം എന്നും നിലക്കാതെ മുമ്പോട്ട് പോകും. എന്നും ജനങ്ങൾ പറയും, ഞങ്ങളുടെ മുൻ തലമുറ അനുസരിച്ച് ജീവിക്കും, അതിലൂടെ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറയും. മൗഢ്യമാണത്. അവരെയൊക്കെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. മുൻ സമൂഹം അങ്ങനെ പറഞ്ഞവരൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കണം. അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കണം എന്നൊക്കെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധനകളൊക്കെയും അർപ്പിക്കുക, നേർച്ചകളും പ്രാർത്ഥനകളും അർച്ചകളും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുക. ആരാധനയുടെ ഒരു വശവും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാതിരിക്കുക. സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുക. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.